ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി പുഡിങ്ങായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇതിൽ ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ആവശ്യമില്ല. ഇതൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പുഡിങ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളറ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങാപ്പാലാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ 3 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇവിടെ 1-ാം പാലും 2-ാം പാലും അങ്ങനെ വേർതിരിച്ചൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഒറ്റ പാലം എടുത്തിട്ടുള്ളൂ. സാധാ നമ്മുടെ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ ഒരു അളവിനാണ് 3 ഗ്ലാസ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങാവെള്ളം വേണം, 1/2 കപ്പ് കോൺഫ്ലോർ വേണം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് വേണം, ഒരു പിഞ്ചുപ്പ് ഉപ്പ് വേണം, പിന്നെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ കോൺഫ്ലോറും തേങ്ങാവെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നന്നായിട്ട് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ തേങ്ങാപ്പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ നമുക്കൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ നന്നായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കണം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക, ഒരു 2 പിഞ്ച്. പിന്നെ വാനില എസൻസ് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ആ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ കോക്കനട്ടിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രം നമുക്ക് കിട്ടും. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കൊന്നും വേണ്ട. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇളക്കാതെ ഇരിക്കരുത്, കട്ടകെട്ടി പോകും. നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിക്കൊള്ളണം. കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ഒരു നല്ലൊരു തിക്കായി വരുന്നൊരു പാകം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു പാകം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടായി തിളപ്പിച്ചെടുക്കാം. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിന് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യണത്. ഇത് നമുക്ക് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ സാധാ സ്റ്റീലിൻ്റെ ചോറൊക്കെ കൊണ്ടുപോകുന്ന ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ടാപ്പ് ചെയ്യാം. ഞാൻ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയത്. അപ്പോൾ 1 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. നമ്മളെപ്പോഴും പുഡിങ്ങൊക്കെ തണുപ്പിച്ചിട്ട് കഴിക്കണേയുള്ളൂ നല്ലത്. അതുപോലെ നമുക്ക് ഇത് പെട്ടെന്ന് വിട്ടിടണമെങ്കിൽ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ 2-ലും പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലോണം നമുക്ക് കത്തിയൊന്നും ഉപയോഗിച്ചിട്ടൊന്നും വിടിയിക്കേണ്ട ആവശ്യം വന്നില്ല. അല്ലാണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ നമുക്കത് വിട്ടുപോകുന്നു. അപ്പോൾ നിങ്ങളതും ചെയ്യുക. ഈ തേങ്ങാപ്പാൽ പുഡിങ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കുമല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പുഡിങ് ഇതുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്